അപ്പൊ ഇപ്പൊ സമയം 4, 4:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ വണ്ടി നമ്മുടെ വീടിന്റെ മുറ്റത്ത് വന്ന് നമ്മളെ കൂടെ പിക്ക് ചെയ്ത് ഇപ്പൊ താന്നമുക്കിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്നാണ് ബാക്കി എല്ലാവരും കയറാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും ലഗേജ് ഒക്കെ എടുത്ത് വെക്കുകയാണ്. നമ്മൾ പോകാൻ പോകുന്നത് ഇടുക്കിയിലോട്ടാണ്. ആക്ച്വലി ഫാമിലി ട്രിപ്പ് ഇതിന് മുമ്പേ ആക്ച്വലി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ മോസ്റ്റ്ലി ചെന്നൈ ടൈമിലൊക്കെ ആകുമ്പോൾ ചെന്നൈയിലായിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വട്ടം എന്തായാലും ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് കേട്ടോ എല്ലാവരുടെ കൂടെ ഫാമിലി ട്രിപ്പ് പോകാൻ പറ്റിയത്. അപ്പോൾ ബിന്ദാൻ്റി ഉണ്ട്, സിന്ധാൻ്റി ഉണ്ട്, കിങ്ങിണി, കണ്ണൻ, കൊച്ചച്ചൻ, പിന്നെ എന്തോ ചക്രവാണി. ഞാൻ കല്യാണം കഴിഞ്ഞ ഓണത്തിൻ്റെ വ്ലോഗിൽ പറഞ്ഞിട്ടില്ലേ ചക്രവാണി, അതെൻ്റെ ഒരു മൂത്തമ്മയുടെ മോനാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കല്യാണം കഴിച്ച പുതിയ പെണ്ണ്, അതുപോലെ സത്യമാമൻ്റെ വൈഫ് ഗിരിജാൻ്റിയാണ് കേട്ടോ. അത് അമ്മാമ്മയുടെ അനീതിയുടെ മോൻ്റെ വൈഫാണ്. പിന്നെ അമ്പിളിക്കുഞ്ഞമ്മ. അങ്ങനെ എല്ലാവരുമായിട്ടുള്ളൊരു കിടിലൻ ട്രിപ്പാണ്. ചേട്ടായി ഒരു സൈലൻറ്റ് പേഴ്സൺ ആണ്, ബട്ട് ഐ ആം ഓൾവേസ് എ വയലൻറ്റ് പേഴ്സൺ. വയലൻ്റ് എന്നല്ല, ജോളി പേഴ്സൺ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പാട്ട് ഇരുന്ന് കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ, പാട്ട് എവിടെ ഇട്ടാലും നമ്മൾ ഡാൻസ് കളിച്ച് തുടങ്ങും. അപ്പോൾ അങ്ങനെ അടിപൊളി ട്രിപ്പൊക്കെ തുടങ്ങി. സിന്ധാൻ്റിയിൽ പുഴഞ്ഞുളയ്ക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങിയെന്നാകെ പോലെ കോമഡി ആയിരുന്നു. ആൻറ്റിയുടെ ഡാൻസ് ഭയങ്കര രസമായിരുന്നു കാണാൻ. അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല ജോഡിയായിട്ട് കപ്പിൾ ഡ്രസ്സൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ വന്നേ. വൈറ്റ് ആൻഡ് ബ്ലൂ നല്ല സൂപ്പറായിരുന്നു കാണാനൊക്കെ. നമ്മൾ രാവിലെ ഇറങ്ങാൻ നേരമായപ്പോഴത്തേക്ക്, കാരണം ചേട്ടയ്ക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് 3:30 കഴിഞ്ഞ് പുള്ളിക്കാരൻ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്ന്, കാരണം നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് ഒരു ഓട്സ് ഒക്കെ കുടിച്ചിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ ഞാനും അമ്മയൊന്നും ചായ പോലും കുടിച്ചിട്ടില്ലായിരുന്നു. നമ്മുടെ ഓപ്പോസിറ്റുള്ള പമ്പ് നായരാട്ടോ, നല്ല തനി നായര്. അപ്പോൾ അങ്ങനത്തെ കോമഡി കമന്റ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഒരു ചായക്കടയിൽ കയറിയിട്ട് ചായയൊക്കെ കഴിക്കാൻ വേണ്ടി അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അവിടെ നല്ല കിടിലനായിട്ട്, അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ചൂട് പൊറോട്ട അടിക്കുന്നുണ്ടായിരുന്നു. പൊറോട്ട അടി ഇങ്ങനെ ഖത്തറിലൊക്കെ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് പൊറോട്ടയുടെ ഒക്കെ ഒരു വാത്സല്യം വരുമല്ലോ. അതുകൊണ്ട് തന്നെ കൊച്ചച്ച 2 പൊറോട്ടയൊക്കെ മേടിച്ചായിരുന്നു. നിന്നുകൊണ്ട് എല്ലാവരും പിച്ചി കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ എൻ്റെ കൂട്ടത്തിലായിരുന്ന പിന്നെ പൊറോട്ട അടിയുടെ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് പറഞ്ഞാൽ അതും എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് മുട്ടായിയൊക്കെ മേടിക്കുകയാണ്. നമ്മളിപ്പോൾ ആദ്യം പോകാൻ പോകുന്നത് ഇടുക്കിയിലെ അഞ്ചുരുളിയിലോട്ടാണ് കേട്ടോ. അപ്പം അഞ്ചുരുളിയിൽ ആക്ച്വലി ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. യൂഷ്വലി 3 കിലോമീറ്റേഴ്സ് ഒക്കെ അകത്തോട്ട് നമുക്ക് നടക്കാനൊക്കെ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണം.
ഇപ്പൊ സമയം ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ട്. എല്ലാവർക്കും നന്നായിട്ട് വിശന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ വരുന്ന വഴിക്ക് നമ്മളൊരു ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര തിരക്ക്. ഇപ്പൊ കുറേ നേരമായിട്ട് നമ്മൾ തിരക്കുന്ന പോലെ ഐ തിങ്ക് എല്ലാവരും ഹോട്ടലിൽ തിരക്കി നടന്നുകൊണ്ടാണോ എന്തോന്നറിയില്ല. ഭയങ്കര തിരക്കായിരുന്നു. റാണി റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത്. അപ്പോൾ എന്തുവരും ഭാഗ്യത്തിന് ഒരുപാടൊന്നും ടൈം ആവാതെ തന്നെ നമുക്കാണെങ്കിൽ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കണ്ണനുണ്ണിയും കിങ്ങിണിയും ചേട്ടായിയാണ് ഒരിടത്തിരുന്നത്. അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ചേട്ടായിക്കൊക്കെ ബീഫൊക്കെ ഓർഡർ ചെയ്യണമെന്നായിരുന്നു താല്പര്യം. പക്ഷെ കിട്ടിയില്ല കേട്ടോ. അങ്ങനെ അവസാനം നമ്മളെല്ലാവരും അപ്പവും മുട്ടക്കറിയും പത്തിരിയും മുട്ടക്കറിയും അങ്ങനെയൊക്കെ എല്ലാവരും പറഞ്ഞു സെറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് വീണ്ടും വണ്ടിയിലോട്ട് പോകുമ്പോഴാണ് പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല കിടിലനായിരുന്നു കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു. ഇടുക്കി ഫുള്ള് യാത്രയിൽ അങ്ങനായിരുന്നു. രണ്ട് സൈഡും കാണാൻ ഇടിവിട്ടായിരുന്നു. അപ്പൊ എത്രത്തോളം അത് ക്യാമറയിൽ ഭംഗിയുണ്ടെന്നൊന്നും അറിയത്തില്ല. നമ്മുടെ കണ്ണിന്റെ ക്യാമറ വല്ലാത്ത ഒരെണ്ണമാണല്ലേ. കണ്ണിന്റെ പവറുള്ള ക്യാമറയൊക്കെ ഇറങ്ങണം, അടിപൊളിയായിരിക്കും. അപ്പൊ നമ്മൾ പോകുന്ന വഴി വലഞ്ചങ്കന വാട്ടർഫോൾസ് കണ്ടു കേട്ടോ. ഇങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അടിപൊളി നല്ലൊരു വാട്ടർഫോളിന്റെ വ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കുറേ റീലും നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുപ്പായിരുന്നു. അവിടെ ആണെങ്കിൽ റോക്ക് ഫോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ ബോർഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഞങ്ങളെ അവിടെ നിർത്താൻ ഇച്ചിരി പേടിയായിരുന്നു. എല്ലാവരും തിരിച്ചു കയറ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എന്നാലും നമ്മൾ കുറേയൊക്കെ അടുത്ത് പോയി നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുത്തു. അവിടുന്ന് നമ്മൾ നല്ല നെല്ലിക്ക അച്ചാറൊക്കെ മേടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഏത് വെള്ളത്തിലാന്നൊന്നും ഒരു പിടിയൊന്നും ഇല്ല. എന്നാലും എല്ലാവരും കഴിച്ചു കേട്ടോ. ടേസ്റ്റ് അടിപൊളിയായിരുന്നു. ഓരോ വ്യൂ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം എന്നാ കിടിലനല്ലേ, എങ്ങനെ പുള്ളിക്കാരൻ എന്തൊരു കലാകാരനാ, എന്തൊക്കെയാ ചെയ്ത് വെച്ചേക്കണേന്ന്. പക്ഷെ പിന്നെ അതേ സമയത്ത് തന്നെ വയനാട്ടിൻ്റെ ഒക്കെ കുറിച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരൻ അവിടെ ഉറങ്ങുവാണോ, എന്താണ് ഈ ചെയ്യണത് എന്നങ്ങ് തോന്നിപ്പോവും. അപ്പോൾ എൻ്റെ നമ്മുടെയൊക്കെ ഒരു കോൺസെപ്റ്റ് വെച്ച് പുള്ളിക്കാരൻ ഒരു വലിയൊരു പവർ ബോസ് ആണ്. എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു, എല്ലാം പുള്ളി ചെയ്യുന്നു എന്നാണല്ലോ നമ്മുടെ ഒരു ഇത്. അപ്പോൾ എനിക്ക് അതിൽ നിന്നൊരു മാറ്റി ചിന്തിക്കാൻ തോന്നിയത് എപ്പോഴാണെന്നറിയോ, ഒരു ഡ്രാമ ഉണ്ടായിരുന്നു, ഡു മറ്റീരിയൽ സർവീസ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പാപങ്ങളൊക്കെ അനുഭവിച്ച് അതിൻ്റെ വേദന അനുഭവിക്കുന്ന ഒരു രോഗിയാണ്. എന്നുവെച്ചാൽ നമ്മൾ ചെയ്യുന്നതനുസരിച്ച് പുള്ളിക്കാരൻ്റെ ഹേർട്ടിന് പ്രോബ്ലം വരും, ലങ്സിന് പ്രോബ്ലം വരും. അങ്ങനെ ദൈവം ചത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാപം കാരണം. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആയിട്ട് തോന്നി കേട്ടോ എനിക്ക്. നമ്മൾ ചുമ്മാ എല്ലാത്തിനും ദൈവത്തിനെ കുറ്റം പറയുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഡിഫറെൻറ്റ് ഫീല് തോന്നി എനിക്കത് കണ്ടപ്പോൾ ആദ്യമായിട്ട്. അപ്പോൾ കുറേ നേരം കൊണ്ട് നമ്മളിങ്ങനെ പാട്ടും അടിച്ചുപൊളി ആയപ്പോഴത്തേക്കും നമ്മളിനി പാട്ടിന് ചെവിക്ക് കുറച്ച് റെസ്റ്റ് കൊടുത്തതിന് ശേഷം അന്താക്ഷരി പരിപാടി തുടങ്ങി കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലോട്ട് 6 പേര്, ബാക്കിലോട്ട് 6 പേര്, അങ്ങനെ ഒരു ഡിവിഷൻ വെച്ചിട്ടാണ് അന്താക്ഷരി കളി തുടങ്ങിയത്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഞങ്ങൾ ഈ 70കളിലെ പാട്ടുകൾ വരല്ലേ പാടാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. വൃന്ദാവനത്തിലേക്ക് ഞാൻ നിനച്ചിരിപ്പുണ്ടേ നാഥ നീ വരും കാലൊച്ച കേൾക്കാൻ
കമ്മനം പാടണ തുറയരയൻ അങ്ങേ കടവത്ത് അന്തി ഉറങ്ങാൻ മൂപ്പര് പോണതാണേ. മൂപ്പര് പോണതാണ്. പാർവതി നീതീശ്വരന്റെ ബിരിയാണി കണ്ട എനിക്കറിയാം അതൊക്കെ. അതല്ലാതെ കൊല്ലംകാരുടെ ഫായൊക്കെ അങ്ങനെ അന്താക്ഷരിയൊക്കെ കളിച്ച് നമ്മൾ അഞ്ചുരുളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ആക്ച്വലി ഇവിടെ അഞ്ചുരുളിയിൽ വെള്ളമൊക്കെ ഭയങ്കരമായിട്ട് ഇത് നമ്മുടെ ഒരു എന്ന് വെച്ചാൽ ഇത് മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു ഗുഹ പോലാണ് കേട്ടോ. അപ്പോൾ അതിലൂടെ എനിക്ക് ഈ ഡാം തുറന്നു വിടുമ്പോൾ അന്നത്തോടെ ഭയങ്കര റഷായിട്ട് വെള്ളം വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അല്ലാതെ ഈ വെള്ളം ഇല്ലാത്ത സമയത്താണ് പോകുന്നതെങ്കിൽ നമുക്ക് ആ വലിയ ഗുഹയുടെ അകത്ത് ഒരു 3 കിലോമീറ്റേഴ്സ് ഒക്കെ നടക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇവിടുത്തെ വ്യൂ തന്നെ ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ഡാമും മലകളും വെള്ളവും അങ്ങനെ അടിപൊളിയായിട്ട്. അവിടെ തന്നെ പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ കയറുന്നിടത്ത് ഇറങ്ങുന്നിടത്തൊക്കെ ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൻറ്റി ഓടിപ്പോയി ഊഞ്ഞാലിരുന്നേ. പക്ഷെ കൊച്ചച്ഛനെ ഉടനെ പറഞ്ഞു ഇതൊക്കെ എത്ര പഴയ കയറാന്നറിയത്തില്ല, മൂടും കുത്തി താഴെ വീഴും. അങ്ങനെ എല്ലാവരും പറഞ്ഞ പിന്നെ അതിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ അഞ്ചുരുളിലോട്ട് പോകാൻ പോവാണ്. ഇവിടെ ഡയറക്ഷൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മളൊരു ഗസ് പ്രകാരമൊക്കെ നടക്കുക. അപ്പോൾ കുറച്ചുകൂടെ നടന്നപ്പോഴത്തേക്കും വെള്ളം റഷ് ചെയ്ത് വരുന്നതിൻ്റെ സൗണ്ട് ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലായി നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ലെന്ന്. കാരണം വെള്ളം അത്രയും ഫോഴ്സിലാണ് വന്നുകൊണ്ടിരുന്നത്. നല്ല ഓക്സിജൻ, ഫോഴ്സ് ഭയങ്കര കൂടുതൽ. അകത്ത് പോകത്തല്ലെന്ന് തോന്നുന്നു. ആ അതിന്റെ മണം. അതെ അതേ മണം. ഫോഴ്സ് കൂടുതൽ. നമ്മൾ ഇതിലെയായിരുന്നു വന്നത്. പക്ഷെ നമുക്ക് ഇതിലേ കൂടെ തന്നെ തിരിച്ചും കയറാൻ പറ്റും. ഞങ്ങൾ വന്ന സമയത്ത് ഡാമിൽ വെള്ളം തുറന്നിട്ടേക്കും. അതുകൊണ്ട് അഞ്ചുരുളിയുടെ അകത്ത് നടക്കാൻ പറ്റിയില്ല.
നമ്മുടെ ഹൈറ്റിന് വേണ്ടി ഞാൻ എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇത് വീഡിയോയ്ക്കാ, ഫോട്ടോ അല്ല. ഷമ്മി പോയി ആൻറ്റി ഒന്ന് കാണിച്ചോട്ടെ. ഈ ഡാമിൻ്റെ പരിസരങ്ങളിൽ 5 മല ഇങ്ങനെ ഉരുളി കമിഴ്ത്തി പോലെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് അതിന് 5 ഉരുളി എന്ന് പേര് കിട്ടിയെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഏറ്റവും വലിയൊരു മാൻമെയ്ഡ് ആയിട്ടുള്ള ഇത് ഒരു ഗുഹയാണ് 5 ഉരുളി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മോസ്റ്റ്ലി ഇടുക്കിയിൽ നമുക്ക് പോകേണ്ട മിക്ക സ്ഥലങ്ങളും അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് അതൊക്കെ കിങ്ങാമോ ഇവിടുന്ന് ഒരു ഓറഞ്ച് കളർ ഒരു കണ്ണാടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ടൂറിൽ ഫുള്ള് അവളുടെ കണ്ണിൽ ഇതുണ്ട് കേട്ടോ. അവൾ മാത്രമല്ല ആരൊക്കെ വെക്കാമോ അതൊക്കെ എല്ലാവരും വെച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ അവിടുന്ന് അഞ്ചുരുളിയിൽ നിന്ന് യാത്ര തുടങ്ങി നമ്മൾ ഇടുക്കി ഡാമിലോട്ടാണ് പോകുന്നത്. അപ്പം ആക്ച്വലി നമ്മൾ ഇടുക്കി ഡാമിലോട്ട് പോകുമ്പോൾ നമുക്കതിന് ടൈമിംഗ് ഒന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ ബുക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് ടൈമിംഗ് കറക്റ്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം, എല്ലാം ഫുള്ളായി പോയി എന്ന് പറഞ്ഞു. കാരണം അവിടെ ഒരു ചെറിയ വാൻ പോലുണ്ട്. ആ വാനിൽ കയറിയിട്ടാണ് നമ്മൾ എല്ലായിടത്തും കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമേ അതിനകത്ത് പറ്റത്തുള്ളൂ. കാരണം ഇപ്പോഴാണെങ്കിൽ നേരത്തെ പോലെയല്ല, ഇടുക്കി ഡാമിൽ നല്ല റെസ്ട്രിക്ഷൻസ് ആണ്. കാരണം ഇടയ്ക്ക് വെച്ചിട്ടാണെങ്കിൽ 2 തീവ്രവാദികളൊക്കെ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഡാമിലോട്ടുള്ള ഷട്ടറിൻ്റെ കയറിൽ ആസിഡൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ പ്രോബ്ലം ആയിട്ട് ഇപ്പോൾ ഭയങ്കര റെസ്ട്രിക്ഷൻ ഉണ്ട് അവിടെ പോകുമ്പോൾ. അപ്പോൾ മോസ്റ്റ്ലി ആരെങ്കിലും ഇടുക്കി ഡാമിൽ പോകുന്നുണ്ടെങ്കിൽ മുന്നേ ബുക്ക് ചെയ്ത് വേണം പോകാൻ. ബുക്ക് ചെയ്ത് വാൻ്റെ ടൈമിംഗ് എല്ലാം എടുത്തതിന് ശേഷം പോകുന്നതായിരിക്കും ബെറ്റർ. നമ്മളെന്നാലും അവിടെ ഡാമിലൊക്കെ ഇറങ്ങി കുറേ നേരം നമ്മൾ അവിടെ നിന്ന് നോക്കി കേട്ടോ. നമുക്ക് ഇനി ചാൻസ് ഉണ്ടോ, ഇപ്പോൾ ടിക്കറ്റ് എടുത്താൽ മതിയോ, എന്തെങ്കിലും കിട്ടി നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം മനസ്സിലായി ഇത് പറ്റത്തില്ല എന്ന് മനസ്സിലായതിന് ശേഷം നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ച് തന്നെ കണ്ട ബുക്കൊക്കെ ചെയ്തു. ഓൺലൈനിൽ ബുക്കൊക്കെ ചെയ്തിട്ട് അടുത്ത ദിവസം 12:30 വരുന്ന പോലെ. അപ്പോൾ അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചുമ്മാ അതിൻ്റെയൊക്കെ പുറകെ നടക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടപ്പോൾ നമുക്കിത് ഇന്ന് കയറാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. അങ്ങനെ തിരിച്ച് നമ്മൾ നമ്മുടെ റിസോർട്ട് ബുക്ക് ചെയ്തിരിക്കുന്നിടത്തോട്ട് റിസോർട്ടല്ല, ഹോം സ്റ്റേ പോലാണ്. അപ്പോൾ ഹോം സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നിടത്തോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. ഈ ടൂറിൽ ഫുള്ളിയുള്ള കോച്ചസിൻ്റെ ഫേവറേറ്റ് പാട്ടാണ് സ്വർണ്ണ മീനിൻ്റെ കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇടുകയും അത് ഫുള്ളി എല്ലാവരും കൂടി ഇരുന്ന് പാട്ട് പാടുകയൊക്കെ ചെയ്യുമായിരുന്നു. നല്ല കോമഡി ആയിരുന്നു, നല്ല രസമായിരുന്നു, മൊത്തത്തിൽ ഒരു വൈബായിരുന്നു. നമ്മൾ ഹോം സ്റ്റേയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു കിഡിലൻ ഹോട്ടലായിരുന്നു കേട്ടോ അത്. അപ്പോൾ നമ്മളെല്ലാവരും ബിരിയാണി ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടമുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ കിങ്ങാമൂന് ഫ്രൈഡ് റൈസ് മതി, ബിരിയാണിയുടെ റൈസ് നമുക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് ഓർഡർ ചെയ്ത് ഫുഡൊക്കെ നല്ല കിഡിലൻ ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് ഇനി ഹോം സ്റ്റേയിലോട്ട് പോയാൽ ഇനി റൂം എടുത്താൽ പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇന്നൊരു സ്ഥലത്ത് പോകാനൊക്കെയാണ് പ്ലാന്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ കയറി നമ്മൾ ഹോം സ്റ്റേയിലെത്തി കേട്ടോ. അപ്പോൾ അറേബ്യൻ
ഹോളിഡേയ്സ് എന്നാണ് കേട്ടോ ആ ഹോം സ്റ്റേയുടെ പേര്. അപ്പോൾ ഒരു വീട് പോലെയാണ്. നമുക്ക് വീട്ടിനകത്താണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് മേലിൽ 3 മുറി, താഴെ 3 മുറി, ഹോള്, കിച്ചൺ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള നമ്മുടെ ഫാമിലി ട്രിപ്പൊക്കെ പോകുവാണെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതേപോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്കിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ലഞ്ച് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സ്റ്റേ ചെയ്ത സ്ഥലം. ഞാൻ ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ അകമൊക്കെ. ചേട്ടായി ഉറങ്ങാതെ വന്നുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ എങ്ങനെയും ഒരു ബെഡ് കിട്ടിയാൽ മതി ഉറങ്ങാനെന്നുള്ളൊരു സിറ്റുവേഷനിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വൈകിട്ടത്തെ പോക്കിലൊന്നും ചേട്ടായി വരുന്നില്ല. പുള്ളിക്കാരൻ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇതാണ് മേലത്തെ മുറി കേട്ടോ. ഇത് മൊത്തത്തിൽ ഒരു 12 ഏക്കറുള്ള ഒരു ഹോം സ്റ്റേ പോലത്തെ ഒരു സ്ഥലമാണ്. മൊത്തം ഏലത്തോട്ടം, കോഫി തോട്ടത്തിൻ്റെയൊക്കെ നടുക്കാണ് ഈ ഹോം സ്റ്റേ ഉള്ളത്. അപ്പോൾ ഇതാണ് മേലത്തെ റൂമുകൾ. 2 ബെഡ്റൂം, 3 ബെഡ്റൂം, ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത്. താഴെ അറ്റാച്ച്ഡ് ബാത്റൂംസ് ആണുള്ളത്. ഇവിടെയും മേലെയും അടുക്കളയുണ്ട് കേട്ടോ. ഇനി താഴെ മൊത്തത്തിലുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പൊ താഴെ ഒരു ബെഡ്റൂം, അതിന്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം, അവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇതാണ് അടുത്ത ഒരു ബെഡ്റൂം. പിന്നെ ഇവിടെ ഉള്ളത് ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്, പിന്നെ ഒരു അടുക്കളയുണ്ട്. ഇവിടുന്ന് ലൈറ്റ് ഒന്നും ഇപ്പോൾ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഫ്രിഡ്ജിനകത്ത് നമ്മൾ രാത്രിത്തേക്ക് ബാർബേക്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാർബേക്യൂനുള്ള ചിക്കനൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. മെയിൻ തിങ് ഈസ് നമുക്ക് പൂളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ആർക്കും റെസ്റ്റ് എടുക്കണമെന്നില്ല. ഞങ്ങൾക്ക് അങ്ങ് പൂളിലോട്ട് ചാടിയാൽ മതി എന്നുള്ളൊരു ടെൻഡൻസിയിലായിരുന്നു ഞങ്ങളുടെയൊക്കെ രീതി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് നമുക്ക് പൂളി ചാടി കളയാന്നുള്ള രീതി എല്ലാവരും കൂടെ പൂളി ചാടി ഞങ്ങൾ. അങ്ങനെ കുറേ നേരം പൂളിനകത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റെഡി ആയിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇത് ലോങ് വീഡിയോ ആണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഞാനിത് ഇതിന്റെ പാർട്സ് ആയിട്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത പാർട്ടിൽ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കൂടെ ഈ ഫുൾ ടൂറിന് എൻ്റെ കൂടെ വേണം. അതുവരെ ബൈ.